ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് സ്കൂളിൽ നിന്ന് മോന് നടത്തിയതായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യത്തെ ചിത്രത്തിൽ നമുക്കൊരു ആനയെ കാണാം അല്ലേ? ആനയ്ക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? ഗജഹ എന്നാണോ അജഹ എന്നാണോ? ഗജഹ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഹരിതമരീചമാണോ വൃന്ദാകമാണോ? പച്ചമുളകാണോ വഴുതനങ്ങയാണോ? വൃന്ദാകം, വഴുതനങ്ങ. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു പൂച്ചയെ കാണാം അല്ലേ? പൂച്ചയ്ക്ക് എന്താണ് പറയുന്നത് സംസ്കൃതത്തിൽ? മാർജാരഹ എന്നാണോ ശുനകഹ എന്നാണോ? മാർജാരഹ, മാർജാരഹയാണ് പൂച്ച. അടുത്തത് വെണ്ടയ്ക്കാണ് അല്ലേ? വെണ്ടയ്ക്ക് എന്താണ് പറയുന്നത്? ഗൃഞ്ജനകം എന്നാണോ ബെണ്ഡം എന്നാണോ? ബെണ്ഡം. അടുത്തത് നമ്മൾ എണ്ണി നോക്കിയിട്ട് കൃത്യമായ എണ്ണത്തിന് ടിക്ക് ചെയ്ത് കൊടുക്കാനാണ്. സംഖ്യാം ഗണയിത്വ ഉചിതമുത്തരം ശരിചിഹ്നേന അങ്കയതു. 1 2 3 4 5. ഒന്ന് എണ്ണി നോക്കിയേ കൂട്ടുകാർ. 1 2 3 4 5. അവിടെ പഞ്ച എന്ന കളത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആറാമത്തെ ചോദ്യം 1 2 ആണല്ലേ? അപ്പോൾ 2 എന്നതിന് ടിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് നോക്കാം. 1 2 3 4 5 ഷട്ട് ആണല്ലേ? ചത്വാരി അല്ല, ഷട്ട് എന്നതിന് ടിക്ക് ചെയ്ത്. ഇനി അടുത്തത് ഏകമാണല്ലേ? 1 1. അടുത്ത നോക്കാം. ഉചിതേന അക്ഷരേണ പൂരയതു. ഉചിതമായ അക്ഷരം പൂരിപ്പിക്കാനാണ്. ഓക്കെ, 9ാമത്തെ ചോദ്യം നോക്കാം. ഇതൊക്കെ പൂരിപ്പിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ചിത്രപതകഃ. പൂമ്പാറ്റക്കാണ് ചിത്രപതകഃ. പ എന്ന അക്ഷരം നമ്മൾ കുട്ടികൾ പൂരിപ്പിച്ചു കൊടുക്കണം. അടുത്തത് നോക്കാം. കാരവെല്ലം. കാരവെല്ലം എന്ന് പറഞ്ഞാൽ കൈപ്പക്ക. അടുത്തത് ല എന്ന അക്ഷരമാണ് വിട്ടുപോയത്. ല, വിലപതി, വിലപിക്കുക, കരയുക. അടുത്തത് ബ എന്ന അക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ബ നമുക്ക് എടുത്തെഴുതാം. ശാബകഃ. ഇനി 13 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ക്രിയാപദം ഏതാണ് ക്രിയ ചെയ്യുന്നതെന്ന് നോക്കി ആ പദത്തിന് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ക്രിയാപദം ശരിചിഹ്നേന അങ്കയതു. ഓക്കെ, 13ാമത്തെ ചോദ്യത്തിൽ ഒരു കുട്ടി വെള്ളം കുടിക്കുകയാണല്ലേ? കുടിക്കുക എന്നതിന് സംസ്കൃതത്തിൽ എന്താണ് പറയുന്നത്? പഠതിയാണോ പിബതിയാണോ? പഠതി എന്ന് പറയുമ്പോൾ പഠിക്കുക, പിബതി എന്നാൽ കുടിക്കുക. അപ്പോൾ പിബതി എന്നതിന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. നായ കുരയ്ക്കുകയാണല്ലേ? കുരയ്ക്കുക എന്നതിന് എന്താണ് പറയുന്നത്? ഭഷതിയാണോ വദതിയാണോ? ഭഷതി എന്നാണ് കുരയ്ക്കുക എന്നതിന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പൂക്കൾ, ഇതിൽ തന്നിരിക്കുന്നവയിൽ പൂക്കളെ സംബന്ധിച്ചുള്ള പദങ്ങൾക്ക് ടിക്ക് ചെയ്യാണ്. പുഷ്പസംബന്ധി പദം വിവിച്യ ശരിചിഹ്നേന അങ്കയതു. ഫ്ലവേഴ്സിനെ സംബന്ധിക്കുന്ന വാക്കുകളെ ടിക്ക് ചെയ്ത് കൊടുക്കാം. 15ാമത്തെ ചോദ്യത്തിൽ പത്രമെന്നും പാടലം എന്നും തന്നിട്ടുണ്ട്. ഇത് മോൻ ചെയ്തത് തെറ്റായിരുന്നു കേട്ടോ. അവൻ പത്രം എന്നതിനാണ് ടിക്ക് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. 2ാം ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിക്കുന്നില്ല. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ കൂടി നമ്മൾ റിവൈസ് ചെയ്യണം കേട്ടോ. 15ാമത്തെ ചോദ്യത്തിൽ പത്രം എന്നത് തെറ്റാണ്. പാടലമാണ് ശരി ഉത്തരം. പാടലം എന്നാൽ റോസാപ്പൂവ്. 16ാമത്തെ ചോദ്യം നോക്കാം. കമലം എന്നും ആമ്രം എന്നും തന്നിട്ടുണ്ട്. ഇതിൽ പൂവിനെ സംബന്ധിക്കുന്ന പദം ഏതാണ്? കമലമാണല്ലേ? കമലം താമരപ്പൂവ്. ആമ്രം എന്നാൽ മാങ്ങയാണ്. ഇനി 17ാമത്തെ ചോദ്യം നോക്കാം. ബെണ്ഡം എന്നും തന്നിട്ടുണ്ട്, ജപാകുസുമം എന്നും തന്നിട്ടുണ്ട്.
ജപാകുസുമം എന്നാൽ ചെമ്പരത്തിപ്പൂവാണ്. ബെണ്ടം വെണ്ടക്ക. അപ്പോൾ ഇനി നമുക്ക് 18 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഉചിതം ഉത്തരം ശരി ചിഹ്നേന അങ്കയതു. ഉചിതമായ ഉത്തരത്തിന് ടിക്ക് ചെയ്ത് കൊടുക്കാനാണ്. അസ്മാകം ദേശഃ കഹ. നമ്മുടെ ദേശം ഏതാണ്? നമ്മുടെ ദേശം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കേരളം എന്നും തന്നിട്ടുണ്ട്, ഭാരതം എന്നും തന്നിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ദേശം? ഭാരതമാണല്ലേ. ഭാരതം എന്നതിന് ടിക്ക് ചെയ്ത് കൊടുക്കാം. 19ാമത്തെ ചോദ്യം, ജനനീ ജന്മഭൂമിശ്ച സ്വർഗോദപി ഗരീയസിയാണോ വരീയസിയാണോ? ഗരീയസി. അടുത്തത്, രാമായണസ്യ കർത്ത കഹ. രാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. രാമായണത്തിൻ്റെ കർത്താവ് ആരാണ്? കാളിദാസൻ എന്നാണ് മോൻ ടിക്ക് ചെയ്ത് കൊടുത്തത്. അത് തെറ്റുത്തരമാണ്. വാൽമീകിയാണ് ശരി ഉത്തരം. രാമായണസ്യ കർത്ത വാൽമീകിയാണ്. ഓക്കെ. 21ാമത്തെ ചോദ്യം നോക്കാം. ഭീഷ്മപർവാണി ഡേഷ് അന്തർഭവതി. ഭീഷ്മപർവത്തിനുള്ളിലാണ് എന്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? മഹാഭാരതമാണോ ഭഗവത്ഗീതയാണോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഭഗവത്ഗീത. ഭീഷ്മപർവത്തിനുള്ളിലാണ് ഭഗവത്ഗീത ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം, ബഹുതിക്തം കിം. ബഹുതിക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര കയ്പ്പ്. ഭയങ്കരമായ കയ്പുള്ളത് എന്തിനാണ്? കാരവേലത്തിനാണോ രക്തഫലത്തിനാണോ? രക്തഫലം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. അപ്പോൾ കാരവേലമാണ് ശരി ഉത്തരം. കാരവേലം ബഹുതിക്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 23ാമത്തെ ചോദ്യം നോക്കാം. കഹ മീനം ദദാതി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള നേരിട്ടുള്ളൊരു ചോദ്യമാണ്. ആരാണ്? കഥയിൽ നിന്നുള്ള ചോദ്യമാണ്. ആരാണ് മീനിനെ കൊടുത്തത്? കാക്കഹയാണോ ശരാരിഹയാണോ? ശരാരിഹയാണ് മീനം. ശരാരി മീനം ദദാതി. 24ാമത്തെ ചോദ്യം, രാമദാസഃ കിം യാചത്തെ. രാമദാസൻ എന്താണ് യാചിച്ചത്? പാത്രത്തിനാണോ പത്രത്തിനാണോ യാചിച്ചത്? പാത്രം യാചത്തെ. പാത്രമാണ് ശരി ഉത്തരം. ഇനി 25ാമത്തെ ചോദ്യം, സുപുത്രഃ ഡാഷ്. സുപുത്രഃ കുലനാശകഹയാണോ കുലദീപകഹയാണോ? സുപുത്രഃ കുലദീപകഃ. നല്ല പുത്രന്മാർ കുലത്തിൻ്റെ, കുടുംബത്തിൻ്റെ, വംശത്തിൻ്റെ വിളക്കാണ്. അപ്പോൾ 25 ചോദ്യങ്ങളും കഴിഞ്ഞു. 25 ചോദ്യങ്ങളാണ് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിന് ഉണ്ടാവുക. എല്ലാ മക്കളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.